ജാൻസി, ജാൻസ് എന്തോ വാ. അല്ല, ഇതെങ്ങോട്ടേക്ക് പോന്നേ? എടി, എനിക്ക് 5 മണിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അതിന് ഇത്ര നേരത്തെ പോണോ? പോണം മക്കളെ, പോട്ടെ. മോളെ കഥ കടച്ചോ. ആ ഒന്ന് വേഗം കഴുക്. അത് ചത്ത കോഴി, അതിന് വേദനിക്കൊന്നുമില്ല. എടോ, പണിയൊക്കെ നടക്കണ്ടല്ലോ. നാളത്തെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉടൻ വരെ ചെയ്യും. അത് മുതലാളി, നമ്മുടെ വെളുത്ത ബംഗാളി പണിക്കാരോടെല്ലാം നാളെ കുളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ അവര് കുളിച്ചിട്ട് വന്ന നല്ല ഹിന്ദി നടന്മാരെ. എടോ, ഇവന്മാർക്കൊക്കെ സ്കിൻ ഡിസീസ് എന്താ നാട്ടുകാർ പറയുന്നേ. സപ്ലൈ ചെയ്യാൻ മലയാളികൾ മതി. ഇവരെ വേണമെങ്കിൽ താൻ കിച്ചൺ നിർത്തിക്കും. എടോ, നമ്മുടെ വേണുനാഗ എവിടെ ഉണ്ടോ? അവന് ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ. അവൻ എവിടെ ഉണ്ടാവും എനിക്കറിയാം. ഓ, ആ കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ള സുനാമി ഇറച്ചി അങ്ങ് മാറ്റി വെച്ചേ. ആ ഇതാരും സേവിയറോ? ഈ ചൈന ഇങ്ങനെ എവിടുന്ന് കിട്ടി? നമ്മുടെ CID ഓഫീസിൽ കണ്ടപ്പോഴേ പിടിച്ചുപിടിയാലും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു അയ്യോ, ചെരിപ്പഴിക്കൊന്നും വേണ്ട. എന്തായാലും ഇന്ന് കൊണ്ടുവന്ന നന്നായി. ഞാൻ നല്ല സൂപ്പർ പോക്ക് വിൻഡാലും ഉണ്ടാക്കിയിട്ടുണ്ട്. വെരി ഗുഡ്. ഏതായാലും സേവറിന് ഭാഗ്യമുണ്ട്. താൻ എന്ന് വന്നാലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാവും അല്ലേ? ആ, നീ അത്താഴം എടുത്തു നോക്ക്. വരൂ, കഴിച്ചേക്കാം അല്ലേ? കഴിക്കാം. കുറച്ചുകൂടെ. ഓ, കൊളസ്ട്രോള്. നന്നായിട്ടുണ്ട്. താങ്ക് യു. ആ, പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. നാളെ നമ്മളും മത്തായുടെ ഫാമിലി എല്ലാം കൂടെ ആതിരപ്പള്ളിക്ക് പോകുന്നുണ്ട്. താനും വരണം. എനിക്ക് പറ്റില്ല. അതെന്താ? കാറിൽ ഒരാൾക്ക് കൂടെ സ്ഥലം ഉണ്ടാവും ഇല്ല ചായ? തീർച്ചയായിട്ടും. അതെനിക്ക് നാളെ അത്യാവശ്യമായിട്ടൊരു മനസ്സമ്മത്തി പങ്കെടുക്കണം. അതുകൊണ്ടാവും. അങ്ങനാണെങ്കിൽ അടുത്ത മാസം 3-4 ട്രിപ്പിന് സേവർ വരട്ടെ. ആ, അത് ശരിയാ. വരാം. അങ്ങനെയല്ല, ഇങ്ങനെ വേണ്ട. ഇതാ ഇതാ ഇതാ. ഓ, ആ സ്റ്റെപ്പ്. കമോൺ ബോയ്സ്. ഇങ്ങനെ ഷൂട്ട് ചെയ്യണോ? ഇതേപോലെ ഷൂട്ട് ചെയ്യണം കേട്ടോ. കമോൺ, എല്ലാവരും വാ. ഫുൾ തുടക്കം മുതലേ നമുക്ക് ഇതേപോലെ ഷൂട്ട് ചെയ്യണം. തുടക്കം മുതൽ വാ. അടുത്ത സുന്ദർപ്പിച്ചയായി കിടന്ന് ഈ പേക്കൂത്ത് കാണിക്കുന്നത്. ശന തലവരെയാണല്ലോ ചെറുക്കൻ്റെ. കുടുംബത്താണെങ്കിൽ സ്വത്ത്, ജോലിയാണെങ്കിൽ ഗൂഗിളിലും. ഇപ്പോഴത്തെ മാത്തം മുതലാളിയുടെ മകളെ കെട്ടാൻ പോകുന്നു. അതുമാത്രോ? അവനങ്ങ് അമേരിക്കയിലല്ലേ ജീവിക്കുന്നത്. അമേരിക്കയിലെ ജീവിതം. നമ്മളെ വൈകുന്നേരം ആ റോട്ടിലോട്ടൊന്ന് ഇറങ്ങി നിന്നാൽ മതി. വലിയ കാറൊക്കെ ആയിട്ട് ആരൊക്കെ വന്ന് അങ്ങ് കൂട്ടിക്കൊണ്ടു പോകും. നമ്മളെ അങ്ങ് വിൽക്ക് ചെയ്യും. എന്നിട്ട് വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ വാങ്ങിച്ചു തരും, ഫിലിമൊക്കെ കാണിച്ചു തരും. അതിനുശേഷം രാത്രിയായ ഒരു കറക്കൊക്കെ കഴിഞ്ഞ് നമ്മുടെ പിക്ക് ചെയ്ത് അതേ സ്ഥലത്ത് തന്നെ എത്തിക്കും. എന്നാ ജീവിതം അല്ലയോ? അല്ല, ഇതൊക്കെ ഇയാൾക്ക് എങ്ങനെ അറിയാം? ഇയാൾ അമേരിക്കയിലേക്ക് പോയിട്ടുണ്ടോ? അവൻ പോയിട്ടില്ല, അവന്റെ ഭാര്യ പോയിട്ടുണ്ട്. അങ്ങനെ ചിരിക്കാതെ. ഈ എൽദോ പറയുന്നതിനും ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതം മുഴുവൻ ഈ തോട്ടം പണി ചെയ്തും കൂലിക്കാരുമായി തർക്കിച്ചും അങ്ങ് കഴിഞ്ഞു തിരികെ. ആന്നേ, ഞാൻ പണ്ട് കുറച്ചു കാലം അനിയൻ്റെ കൂടെ അമേരിക്കയിൽ താമസിച്ചിട്ടുണ്ട്. അതാ ജീവിതം. 6 ദിവസം എല്ലാവരും നന്നായി അധ്വാനിക്കും. 7ാമത്തെ ദിവസം അങ്ങ് അടിച്ചു പൊളിക്കും. നമ്മൾ ഞായറാഴ്ച രാവിലെ പന്നിയിറച്ചിയിൽ നല്ലോണം മല്ലി മുളക് അരച്ച് ചേർത്ത് വെച്ചങ്ങ് പള്ളിയിലോട്ട് പോകും. കുമ്പസാരം കഴിഞ്ഞ് പാപെല്ലാം കഴുകി കളഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇറച്ചിയിൽ മല്ലിയും മുളകും നന്നായി പിടിച്ചിട്ടുണ്ടാകും. അത് വറുത്ത് വിസ്കി അറുത്തങ്ങ് അടിക്കും. ഒന്ന് ഉറങ്ങി എണീറ്റ് ഏതെങ്കിലും പബ്ബേ ചെന്ന് ഇരുന്നാൽ മതി, ഒന്നാന്തരം മതാമാർ ഇങ്ങോട്ട് വന്ന് കയറും. അതൊക്കെ പഴയൊരു കാര്യം. ജോണിച്ചാ,
പച്ചയ്ക്ക് അങ്ങ് പോവാന്നോ? നമ്മുടെ കൂടെ വന്നങ്ങ് അടിച്ചിട്ട് ചോണച്ചോ പള്ളിയിൽ പോയി അച്ഛനൊന്ന് കാണണ്ടേ? അളിയാ ഒന്ന് പള്ളിയിലൊന്ന് പറയണ്ടേ? മറ്റേ കാര്യം പറഞ്ഞിട്ടില്ല. നമുക്ക് പോയി പറഞ്ഞിട്ട് വന്നാലോ? ലേറ്റ് ആക്കണ്ട. ശോ, ഈ ജോണിന് എന്നതാ പറ്റിയേ? എന്നാ സ്മാർട്ട് ചെറുക്കനായിരുന്നു. പിന്നെ നമ്മളിവിടെ പണ്ട് വോളിബോളെ കളിച്ചുകൊണ്ട് നടന്ന അന്ന് നോർത്ത് ഇന്ത്യയിൽ എവിടെ ഇതിന് പോയിട്ടേ പഠിക്കാൻ വേണ്ടി പോയിട്ടേ ആസട്ടോ അയാണ്ട് പറഞ്ഞ് അയാളുടെ സാമാനം അടിച്ചതാ. അന്ന് പോയ കിളിയ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. പുള്ളിക്കാരനെ മറ്റവൻ അടിക്കുന്ന പറയുന്നത് അതിന്റെ സേവയാ. കഷ്ടം. ശരി, ഒരു വട്ടം കൂടി നോക്കാം. റോയിയെ നേരം പോകും, നമുക്ക് ഇറങ്ങിയാലോ? രാഹുലം കഴിഞ്ഞിട്ടില്ല. രാഹുലം കഴിഞ്ഞു. നമ്മളീ നസ്രാണികൾക്ക് എന്തോ രാഹുലാണോ പോയി? രാഹുവിനും കേതുവിനൊന്നും ഇപ്പൊ ജാതിയും മതമൊന്നും ഇല്ലെന്നേ. വടക്കോട്ടുള്ള നമ്മുടെ കച്ചവടക്കാരായ സമുദായക്കാരൊക്കെ പെരുങ്ങോട്ടുകാരല്ല ചാത്തന്റെ പറ്റുകാരാ. നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ഇതിലൊക്കെ എന്തൊക്കെയുണ്ട് ഇല്ലേ? മൊബൈൽ എന്തോ രാഹുലം നോക്കുമെന്നോ? അളിയ രാഹുലം കഴിഞ്ഞ് ദൂരെ നിന്നുള്ള നമ്മൾ ഇവിടെ നേരത്തെ എത്തി. തൊട്ടടുത്തുള്ള ഇവർക്ക് വരാൻ എന്താ ഇത്ര താമസം? അതച്ചായോ, നമ്മുടെ ഒരു അച്ചടക്കവും കൃത്യനിഷ്ഠയൊന്നും ഇവിടുത്തുകാർക്ക് ഇല്ലെന്നേ. കുറച്ച് പേരെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോ ഇത്രയും കുറച്ച് പേരെ വിളിക്കത്തുള്ളൂ എന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. ആ പോട്ടെ, കെട്ടുവരുമല്ലേ, നമുക്ക് അടിച്ച് പൊളിക്കാന്നേ. മോളെ മതി കഴിച്ചത്, ആൾക്കാർ കാണും. ആൾക്കാർ വേണമെന്ന് വെച്ചാൽ ഞാൻ അവർക്ക് കൊടുക്കാനൊന്നും പോകുന്നില്ല. പെണ്ണിന്റെ കാര്യം. ചേട്ടാ ഇതൊന്ന് പറത്താൻ തരും ചേട്ടാ. പൊക്കോണം, എന്നാ പിള്ളേർ കളിക്കാനുള്ള സാധനം ഒന്ന് ചേട്ടാ. ചേട്ടാ ഇവന് അത്യാവശ്യത്തിന് റെമോളൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാ പഠിച്ചാലും ശരി, ഇതൊന്നും നിന്റെ കയ്യിൽ തരാൻ പറ്റത്തില്ല. പ്ലീസ് ചേട്ടാ. ആ നട വന്നു. ഹലോ, മമ്മി ദേണ്ട ചെറുക്കൻ. നമസ്കാരം. വെൽക്കം. വന്നിട്ട് ഒത്തിരി നേരമായോ? ഇല്ല, ഒരു 1.5-2 മണിക്കൂർ. ഭയങ്കര ട്രാഫിക്. മെസ്സേജ് മെസ്സേജ് ഞാൻ പറഞ്ഞില്ലേ, മെസ്സേജ് വന്നിട്ട് വരത്തില്ല. അതെ അമ്മച്ചി, ചേട്ടൻ ഇന്നലെ ഒരു അത്യാവശ്യ ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്നിവിടെ ഒരു മനസ്സമ്മതം നടക്കുകയല്ലയോ? ഇന്നെങ്കിലും നേരത്തെ വന്നൂടെ? റോയ് ഓഫീസിൽ പോയിട്ട് എത്ര ദിവസമായെന്ന് അറിയോ? ഓ, അതൊക്കെ വലിയ ബുദ്ധിമുട്ടാ വെച്ചി. ബിസിനസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കഞ്ഞൂടി മുട്ടിപ്പോവും. പിന്നെ ഇട്ട് മൂടാളത്ര ശ്രീധനം കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് എന്താവാലോ, നമ്മുടെ കാര്യം അങ്ങനെ അല്ലല്ലോ. ആ മോള് വാ. വാ 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 ചേട്ടാ. അവരെത്തി അമ്മച്ചി. എന്നെത്തിയിട്ടുണ്ട്. ഡോറ് തുറന്നിട്ടേ കൈ പിടിച്ച് കുട്ടി ഇറക്കിക്കോ. ഹായ്. ആ ഡോർ അടച്ച്. അനി രണ്ടുപേരും ഇങ്ങോട്ട് നോക്കി. ആ ഇവിടെ രോഹൻ എന്ന ചുള്ളനായിട്ടുണ്ട്. താങ്ക് യു. വീണ്ടും സംസാരിച്ചിട്ടുണ്ട്. എനിക്കെന്നെ പിടിച്ചു തരുമോ? അതൊരു ക്യാമറയാ, തുമ്പിയൊന്നും അല്ല. പിടിച്ചതാ. ഓക്കെ ആണോ? മോളെ വാ പോവാം. ഒന്നുമില്ല, തുമ്പിയെ പിടിക്കണം. ജെയിംസ്, നീ എവിടെയത്? എയർപോർട്ടിലോ?
ആ ഇനി നീ പള്ളിയിലോട്ട് വരണ്ട. ഇത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകും, ചെറുക്കൻ്റെ വീട്ടിലോട്ട്. ആ അത് എന്തുവാ ഇത്? ഒരു minute. എന്നതാ ഓർക്കിച്ചേ? എന്താ? എന്നതാ ഇത്? ഒരു ചടങ്ങാമ ഒരു സർപ്രൈസ് ഒക്കെ വേണ്ടേ, അതിന് വേണ്ടി. ഇതാണോ സർപ്രൈസ്? ആ എടാ ജോസഫ്, ഈ നിൽക്കുന്ന ലിൻഡായെ ഭാര്യയായി സ്വീകരിക്കുവാൻ സമ്മതമാണോ? സമ്മതമാണ്. ലിൻഡ, ഈ നിൽക്കുന്ന ജോസഫിനെ ഭർത്താവായി സ്വീകരിക്കുവാൻ കല്യാണം കഴിക്കുന്നേ? മോളെ അത് രോഹന്റെ പള്ളിയിലുള്ള പേരാ. അപ്പൊ എനിക്കെന്താ പള്ളിയിൽ വേറെ അതൊക്കെ പേരില്ലാത്ത? പിന്നെ പറയാം. അച്ഛാ കണ്ടിന്യൂ. ലിൻഡ, ഈ നിൽക്കുന്ന രോഹനെ അല്ല ജോസഫിനെ ഭർത്താവായി സ്വീകരിക്കുവാൻ സമ്മതമാണോ? സമ്മതമാണ്, ഒരുപാട് സമ്മതമാണ്. മോളെ വളരെ ലാളിച്ചു വളർത്തിയതുകൊണ്ടേ കുസൃതി കുറെ കൂടുതലാണ്. ചുമ്മാരി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് വധൂവരന്മാര് പ്രത്യേകമായ വിധം അനുഗ്രഹിച്ച മിശിഹായുടെ സാന്നിധ്യം അനുഭവിച്ചു. നീ ധൈര്യമായിട്ട് കോൺട്രാക്ട് ഡ്രാഫ്റ്റ് ചെയ്യേ, ഞാനല്ലേ പറയണേ. ആ എന്തോ സ്റ്റാമ്പ് പേപ്പറിൻ്റെ പൈസ ഒക്കെ ഞാൻ നാളെ തരാടോ. ആ പറയും പോലെ ചെയ്യേ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബെസ്റ്റ് വിഷ്. താങ്ക് യു. ലിൻഡ, ജോസഫിന് ഇണയായും തുണയായും കീഴ്പ്പെട്ട് ജീവിക്കണം കേട്ടോ. ഇണയാവനും തുണയാവനും ഓക്കെ, പക്ഷെ കീഴ്പ്പെട്ട് ജീവിക്കാൻ പറ്റില്ല. മോള് വലിയ കോമഡിയാ. ആ മോനെ റോഹ ഇങ്ങോട്ട് വാ. ഹായ് ലിൻഡ. ഹായ് മമ്മി, ഇത് ചെഗു. ഇതാണ് ചെക്കൻ, നല്ല ഗ്ലാമർ അല്ലേ? ഇത് ചെഗു, പുന്നാര ഫ്രണ്ടാ. ബാ നമുക്ക് ഫോട്ടോ എടുക്കാം. രോഹൻ സ്മൈൽ. ഇനി വേറെ പോസ്. കർത്താവേ ചെറുത്താൻ. അജു ഫാദർ വന്നില്ലേ? അതെ അങ്ങോട്ട് ഡാഡി ദേ ഫോട്ടോ. അങ്ങോട്ട് പോയി. ആ നടക്കാം. ചെഗു പിന്നെ കാണണേ. പിന്നെ കണ്ട. ഇതെന്താ? ഒന്ന് അടങ്ങി നടക്ക കൊച്ചി. മമ്മി എനിക്ക് വിശക്കുന്നുണ്ടേ. അങ്ങ് കഴിക്കാവല്ലോ. ഇച്ചായ, ഒരു കാര്യം പറഞ്ഞ വഴക്ക് പറയരുത്. അമ്മച്ചി വീട്ടിൽ കയറിയിട്ട് പോവാന്ന് പറഞ്ഞു. നമുക്കെന്താ വീട് വരെ ഒന്ന് പോയി. ഇനിയിപ്പം ഞാനായിട്ട് നിങ്ങളാരും വിഷമിപ്പിച്ചൊന്നും വേണ്ട. നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നിന്റെ വീട്ടിലൊന്ന് കയറിയിട്ട് പോ. ഞാനെന്നാ അവരുടെ കൂടെ പോട്ടെ. ഇച്ചായ വരില്ലേ? വന്നേക്കണേ. ലൈറ്റ് ഓൺ ആക്കണോ പോയെ? ബ്ലോക്കിലൊന്നും പെട്ടില്ല. ഭക്ഷണം കഴിച്ചിട്ട് പോവാ. മോളെ നേരെ നിൽക്ക്. ദേ വന്നു. എല്ലാവരും ചേർന്നു. ആ സമയായി, സാറിന് വേഗം പോണം. എല്ലാരും കഴിച്ചിട്ട് കേട്ടോ. ഫോട്ടോ എടുക്കണ മമ്മി വിശക്കുന്നു. ഫോട്ടോ ഒക്കെ പിന്നെ എടുക്കാം. ഗസ്റ്റുകൾക്കൊക്കെ തിരിച്ചു പോകാനുള്ളതല്ലേ. ഫോട്ടോ എടുത്തതിന് ശേഷം ഭക്ഷണം കഴിക്കും. അത് മതി. ഇപ്പൊ തന്നെ വേണം. അങ്ങനെയാണെ ആരും മോളെ നിർബന്ധിക്കണ്ട. നമുക്ക് പോയി കഴിച്ചേച്ച് വരാം. വാ മോളെ. ചക്കര വാ മോനെ. ഹലോ നമസ്കാരം.
അതെ ഞങ്ങളൊന്ന് പെട്ടെന്ന് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാം. വിളിച്ചു. അവിടെ ഇരിക്കും കേട്ടോ. എന്റെ ഒപ്പം കഴിക്കണേ. ഓ ശരി മോള് പതുക്കെ ഇറങ്ങും. സംഗതി ഇവ വിദേശിയാ, ഇതൊരു പോഷ് സെറ്റപ്പുവാ. എന്നിരുന്നാലും ആ പഴയ സുഖം ഇല്ല. പിന്നെ അല്ലാതെ പണ്ടൊക്കെ കല്യാണ വീടിന്റെ പറമ്പിൽ ഏതെങ്കിലും മൂലയിൽ വാറ്റുണ്ടാവും. ടച്ചിങ്സിനായിട്ട് വാഴയിലയില് എല്ലും കപ്പയും. ഓ, അതൊക്കെ എന്തൊരു സുഖമായിരുന്നു എന്റെ മാത്തച്ച. എന്നാ ഓഞ്ഞ പാട്ടാ ഇവര് വായിക്കുന്നേ. അത് ഏർപ്പാടാക്കിയതേ ഇവിടുത്തെ കഞ്ചാവ് സ്വാമിയാ. എത്ര നാളായി അളിയ അളിയനെ ഇങ്ങനെ കണ്ടിട്ട്. ഇപ്പോഴല്ല അളിയൻ്റെ ശ്വാസം നേരെ ഇവിടെ. സത്യം പറഞ്ഞാലേ കാശിലും സ്വത്തിലൊന്നും ഒരു കാര്യം മനസ്സമാധാനമാണല്ല അല്ലേ? പിന്നെ ആ റജി പോരെ, ഫാമിലി ഒന്നും ഇല്ലടാ. ഹായ് റോയ്. പറയാൻ വഴി എന്തോ എന്താ കഴിക്കുന്നത്? ഒന്ന് വന്നേ. ഉമ്മച്ച ഞാനൊന്ന് ഫിനിഷ് ചെയ്യിച്ചു. അതൊക്കെ പിന്നെ തീർക്ക, നീ വാ വാ. ഞാനൊന്ന് തീർത്തോട്ടെ. ഞാൻ പറയുന്നത് കേക്ക്, അതൊക്കെ പിന്നെ തീർക്കാം. ഒരു അത്യാവശ്യക്കാരുണ്ട്. ഞാൻ വന്നിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടില്ല. ഞാനിപ്പം തന്നെ വിടാം. 5 മിനിറ്റ് വാ. എന്നതാ വേണ്ടെന്ന് വെച്ചാൽ കൊടുക്കണേ. നീ വാ. സാർ എന്താ വേണ്ടത്? എന്തെങ്കിലും എടുക്ക്. നോക്ക്. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? ഇല്ലേ? ഒന്നുമില്ല, ഇതൊക്കെ വെറുതെ ലാളിച്ചോളത്തിന്റെ കുഴപ്പമാണ്. നിങ്ങളായിട്ട് ഇവിടുത്തെ പ്രശ്നം ഉണ്ടാക്കരുത്. ആ മാത്യു, വേണ്ട നിന്റെ കഴിച്ചു.